കോഴിക്കോടിന്റെ ലൈറ്റ് മെട്രോ പദ്ധതികൾക്ക് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. നഗരത്തിലെ ഗതാഗത കുരുക്കിന് ബദൽ എന്ന നിലയ്ക്കാണ് പദ്ധതി. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ സമഗ്ര ഗതാഗത പദ്ധതിയെക്കുറിച്ച് ചർച്ച നടന്നതോടെ പ്രതീക്ഷയിലാണ് കോഴിക്കോട്ടുകാർ. നഗരത്തിലെ ഗതാഗത കുരുക്കിനൊരു ബദൽ എന്നത് കോഴിക്കോട്ടുകാരുടെ സ്വപ്നമാണ്. ഇതിനായി ലൈറ്റ് മെട്രോ പദ്ധതിയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി കോഴിക്കോടിന്റെ സമഗ്ര ഗതാഗത പദ്ധതി രൂപീകരിക്കാൻ മന്ത്രിമാരുടെയും കൊച്ചി മെട്രോ റെയിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുടെയും നേതൃത്വത്തിൽ യോഗവും ചേർന്നു. ആദ്യഘട്ടത്തിൽ വെസ്റ്റ് ഹിൽ മുതൽ രാമനാട്ടുകര വരെ 19 കിലോമീറ്ററും ബീച്ച് മുതൽ മെഡിക്കൽ കോളേജ് വരെ 8.1 കിലോമീറ്ററുമാണ് നടപ്പാക്കുക. ഇപ്പം ഫുൾ സ്റ്റഡി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് സ്ട്രെച്ചസ് മേജർലി ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. ഒരു ആണ് വെസ്റ്റ് ഹിൽ ടു രാമനാട്ടുകര, പിന്നെ ബീച്ച് ടു മെഡിക്കൽ കോളേജ്. ഈ രണ്ട് സ്ട്രെച്ച് നമുക്ക് ഫേസ് 1 നമുക്കൊരു ട്രൈ ചെയ്യാനുണ്ട്. അതാണ് നമ്മുടെ ടാർഗറ്റ്. എവിടെയാണ് മാക്സിമം ട്രാഫിക്, ഏത് ജംഗ്ഷനിലേക്ക് പ്രശ്നമുണ്ട്, ഇപ്പോൾ ഉള്ള റോഡ്സ് എവിടെയാണ്, എങ്ങനെയാണ് ബസ് റൂട്ട് എങ്ങനെയാണ്, ഇതെല്ലാം ഒരു നോക്കിയിട്ട് ഈ ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. പദ്ധതി കൊണ്ടുവരുന്നതിനെ കുറിച്ച് മേയർ പറയുന്നത് ഇങ്ങനെയാണ്. മെട്രോ എല്ലാ വികസിത രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് തിരക്കേറിയ നഗരങ്ങളിലും മെട്രോ ഒരു ബദൽ സംവിധാനമാണ്. പൂർണ്ണമായിട്ടുമല്ല, ഒരു ബദൽ സംവിധാനമാണ്. ഈ സംവിധാനം ഒരിക്കലും ലാഭകരമാണ് എന്നാരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അർത്ഥത്തിൽ നമുക്ക് ജനങ്ങളുടെ ഒരു സൗകര്യം ഒരുക്കലാണ് മെട്രോ എന്ന് പറയുന്നത്. അത് ലാഭകരമായ ഒന്നല്ല. രണ്ടാമത് ചിന്തിക്കേണ്ടത്, ഇവിടെ ഇത് വരുമ്പോൾ അതിൽ നിന്ന് പലപ്പോഴും മാറി നിൽക്കേണ്ടി വരുന്ന കുടുംബങ്ങളുണ്ടാവും, കച്ചവട സ്ഥാപനങ്ങളുണ്ടാവും. അവരുടെ ഒരവസ്ഥ കൂടി നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അവരെങ്ങോട്ട് നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യും എന്നത്. 2017 രൂപീകരിച്ച മെട്രോ നയമനുസരിച്ച് ഏതു നഗരത്തിലും മെട്രോ റെയിലോ ലൈറ്റ് മെട്രോയോ തുടങ്ങണമെങ്കിൽ മുന്നോടിയായി സമഗ്ര മൊബിലിറ്റി പ്ലാൻ രൂപീകരിക്കണം. അതിനായുള്ള ചർച്ചയും കഴിഞ്ഞു. ഇനി പദ്ധതിക്കായുള്ള കാത്തിരിപ്പിലാണ്. ജനം, കോഴിക്കോട്.